സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് റെഡിയാക്കുകയാണ്. കെസ്സിയുടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഹോസ്പിറ്റൽ ബാഗ് സെറ്റാക്കി വേണം പോകാൻ. സോ നമുക്ക് തുടങ്ങാം. താങ്ക് യു. കെസ്സി എന്തായി? നമുക്ക് റെഡിയാക്കാന്നുണ്ട് ബേബിയുടെ ബാഗ്. സോ ലെറ്റ്സ് ഗോ. അല്ലേ ഞങ്ങൾ ഓൾറെഡി വാവയുടെ ഡ്രസ്സൊക്കെ കഴുകി ഈ പെട്ടിയിൽ പാക്ക് ചെയ്താണ്. ഹോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇനി അതൊന്ന് സോർട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ ഇതൊരു ജാക്കറ്റ് ആണ് ബേബിക്ക്. കാര്യം വരുന്നില്ല ഇപ്പൊ. പിന്നെ ഇത് ഒരു മാറ്റ്, ഡയപ്പർ ചേഞ്ചിങ് മാറ്റാണ്. അപ്പം നമുക്കിത് ഏറ്റവും അടിയിലോട്ട് വിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബേബിക്ക് ഒരു ടവൽ വെക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ആ ടവൽ ഇതിൻ്റെ പുറത്തോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഹുഡ് ടവലുണ്ടല്ലോ, അത് നമുക്ക് ഒരെണ്ണം എടുത്തു. അപ്പോൾ രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഒരെണ്ണം എടുക്കുവാണ്, ഹുഡ് ടവൽ. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് ആ സെയിം ഡേ തന്നെ ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ ഞങ്ങൾ ഒരു നിറ്റഡ് ടവലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി വലിയ സൈസ് നോക്കി ഒരെണ്ണം എടുത്ത് ഇത് വെക്കാം. ഇത് കുറച്ച് ഹാർഡാണ്. ബേബിയുടെ മാത്രം വെക്കാം. ഈ ഒരു ടീഷർട്ട് ഞങ്ങൾ ടീഷർട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? കുഞ്ഞു ടീഷർട്ട് ഒരു ജോഡി വെക്കാം അല്ലേ? ഈ ടീഷർട്ടും അതിനൊപ്പം ഞങ്ങൾ ഈ ഒരു പാൻസ് വെക്കാം അല്ലേ? അപ്പോൾ ടീഷർട്ടും ഫുൾ സ്ലീവ് ആയിട്ടുള്ള രണ്ടെണ്ണം വെക്കാം. ഇത് വെക്കാം അല്ലേ? ഒരു ഫുൾ സ്ലീവ്. ഇത് വാവയ്ക്ക് വലുതാണോ? 0 to 3 months കൊടുത്തേക്കുന്നത്. അത് തന്നെ, അത് പാൻസ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പാൻറ് ഇത് തന്നെ മതിയെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു പാൻറ് എടുക്കാം. അതുപോലെ നമുക്ക് ഇത് ഫുൾ സ്ലീവ് വരുന്നതാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫുൾ സ്ലീവ് എടുക്കാം അല്ലേ? ഈ ഒരു ഫുൾ സ്ലീവ് അതിൻ്റെ ഒപ്പം എടുക്കാം നമുക്ക്. ഇപ്പം ബേബിയുടെ ഒരു ഡ്രസ്സായി. ബേബിക്ക് വേണമെങ്കിൽ ഇതും കൂടി അങ്ങ് വെക്കുന്നു ഞാൻ. വേണമെങ്കിൽ 2 എണ്ണം എടുത്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞതായിരിക്കും, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നിട്ട് വെക്കുന്നതേ ഉള്ളൂ. ബാക്കി ഇതൊക്കെ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ ടവലാണ്. മസ്ലിൻ ക്ലോത്ത് എന്ന് പറയും. അത് സോഫ്റ്റ് ക്ലോത്താണ്, ബേബിക്ക് യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ക്ലോത്താണ് മസ്ലിൻ ക്ലോത്ത്. അത് ഞാൻ ഒരെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. കുഞ്ഞു ഡ്രസ്സുകളായിട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാന്നുണ്ടോ? കണ്ടോ, കുഞ്ഞി ഒരു ടീഷർട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട് മിസ്സാ തന്നതാണ്. ആൻ്റണി ചേട്ടനും കൂടി മേടിച്ചു തന്നതാണ്. ഇത് ഒക്ടോപ്പസ്. അവർക്ക് ഇതിൽ ഒരു ഇതുണ്ട്, ഒരു മിത്തുണ്ട്. ഈ നിറ്റഡ് ഒക്ടോപ്പസ് ഇല്ലേ, നമ്മുടെ ഈ ക്രോഷേ വഴി ചെയ്ത കേട്ടോ, നല്ല രസമുണ്ടല്ലോ, ക്യൂട്ടാ. ഇതിൽ ബേബി ഇങ്ങനെ പിടിക്കുമ്പോൾ അവർക്ക് നമ്മൾ കോടി പിടിക്കുന്ന കണക്കുള്ള ഒരു ഫീല് കിട്ടുമെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 2 ഒക്ടോപ്പസ് ഉണ്ട്. അത് കാണിച്ചേ, കണ്ടോ, 2 ഒക്ടോപ്പസ് മിസ്സ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ അതും വെച്ചിട്ടുണ്ട്. ഇനി ബേബിയുടെ സോക്സ് ഒക്കെ അതിന് അവിടെ നിന്ന് എടുത്തേ. മിറ്റൻസ് ആ സൈഡിൽ തന്നെയുണ്ട്. സോക്സ് നമുക്ക് ഒരു പെയർ മതി. അതും കൂടി തന്നെ, ആ വൈറ്റ്. ഈ വൈറ്റും ഈ ഒരു ഇതും വെക്കാം. അത്രയും വേണ്ടി വരില്ല, എന്നാലും വെക്കാം. ഇതെല്ലാം വരുന്നത് നമ്മുടെ മറ്റേ കുഞ്ഞിന് ഫുഡ് കൊടുക്കുമ്പോൾ ഡ്രസ്സിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വൈക്രോ മെറ്റീരിയൽ, അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ, മിറ്റൻസ് എടുക്കാം നമുക്ക്. മിറ്റൻസും ക്യാപ്സും എടുക്കാം. ഒരു 2 ക്യാപ്പും. ഈ ക്യാപ്സൊക്കെ നമുക്ക് തന്നത് മിസ്സയും ആൻ്റണി ചേട്ടനും ആട്ടോ. ഈ എന്തുവാണ്, കണ്ടോ, ഒരുപാട് ടൈപ്പ് ഉണ്ട്, പല സൈസ് ഉണ്ട്. ബേബീസ് വളരുന്നതനുസരിച്ച് വെക്കാനായിട്ട് പല സൈസ് ഉണ്ട്. എല്ലാം ക്രോഷേ ആട്ടി ചെയ്ത ഹാൻഡ് മെയ്ഡാണെല്ലാം. നല്ല മെയ്ഡ് വിത്ത് ലവ് എന്ന് പറയല്ലേ. പിന്നെ അതെടുത്ത് മിറ്റൻ 2 എണ്ണം മതി. അല്ല, ഒരു 4 എടുത്തോ മിറ്റൻ. 2 എണ്ണം കൂടി എടുത്തോ. മേ ബി സോയിലായി കഴിഞ്ഞാൽ 2 എണ്ണം കൂടി യൂസ് ചെയ്യും. ഒരു 4 മിറ്റൻ എടുത്ത് ഞങ്ങൾ വയ്ക്കുന്നുണ്ട്. ഹാറ്റും കൂടി വേണം വെച്ചു. ഹാറ്റ്, കുഞ്ഞി ഹാറ്റ് 2 എണ്ണം എടുത്തോ. ഇതും എടുത്ത് ആ ഒരു കുഞ്ഞി ഹാറ്റില്ലേ, ഒരു വൈറ്റ്.
ഇത് എടുക്കാം. ഇപ്പോൾ 2 ഹാറ്റ് ഞങ്ങൾ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബേബിയുടെ ഡ്രസ്സ്, ടവൽ അങ്ങനെയുള്ള ആക്സസറീസ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറ്റേണ്ടത് ബേബിയുടെ പാമ്പേഴ്സ്, വൈപ്സ്. പാമ്പേഴ്സ് ഞങ്ങൾ ഒരെണ്ണേ കൊണ്ടുപോകുന്നുള്ളൂ, കാരണം സെയിം ഡേ ഡിസ്ചാർജ് ആയിരിക്കും. നമുക്കിവിടെ നോർമൽ ഡെലിവറി ആണെങ്കിൽ സെയിം ഡേ തന്നെ ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഇപ്പോൾ ഈവൻ സിസേറിയൻ ആണെങ്കിലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 days അതിന് മാക്സിമം പോകത്തില്ല ഇവിടെ. സോ നമുക്കിപ്പോൾ ഒരു പാക്ക് മതിയായിരിക്കും. ഒരു പാക്ക് പാമ്പേഴ്സ് മതി. കേട്ടോ, നമ്മളെല്ലാം മേടിച്ചു. അത് നമുക്ക് അവിടെ വെക്കാം. അവിടെ വെക്കാം. വെച്ചിട്ട് അവിടെ വെച്ചു. ജാക്കറ്റ് ഞങ്ങൾ വെക്കുന്നുണ്ട്. ജാക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല, വലിയ കൊച്ചുങ്ങൾക്കുള്ള ജാക്കറ്റ്. നീ ഇങ്ങ് തന്നോ. പക്ഷെ ഇത് എല്ലാം 0 to 3 months ആണ്. പോകത്തില്ല, അത് കണ്ടാലേ അറിയത്തില്ല. ഇങ്ങോട്ട് എടുക്ക്. ആണോ? പിന്നെ അല്ലാണ്ട് ഇങ്ങോട്ട് പക്ഷെ ഇത് കണ്ടു എഴുതിയേക്കുന്നുണ്ടോ? ഇങ്ങോട്ട് എടുക്ക്. 0 to 3 months എടുക്ക്. അത് പോകത്തില്ല. ആണോ? ഇനി നമ്മൾ പാമ്പേഴ്സിൻ്റെ ഒരു പാക്ക് വയ്ക്കുന്നു. ബേബി വൈപ്സ് ഒരു ചെറുത് വെക്കാം നമുക്ക്. പാമ്പേഴ്സിൻ്റെ തന്നെ വൈപ്സ് ആണ് ഉള്ളത്, അതും അതൊരെണ്ണം. ഇത് വന്ന് മെറ്റേണിറ്റി പാഡ്സ് ആണ്. മെറ്റേണിറ്റി പാഡ്സ് ഒരു പാക്ക് ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇത് ബ്രസ്റ്റ് പാഡ്സ് ഡിസ്പോസിബിൾ, അത് ഞങ്ങളൊരു പാക്ക് വെക്കുന്നുണ്ട്. പിന്നീട് അത് വേണം. അതെന്തുവാ? ഇത് ഒരു മെറ്റേണിറ്റി പാഡാണ്. ബെഡ് മാറ്റ്സ് വേണം. ബെഡ് മാറ്റ്സ് നമ്മൾ ഡിസ്പോസിബിൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യം നമുക്കിത് വീട്ടിൽ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് മെറ്റേണിറ്റി പാഡാണ്. ഓക്കെ, ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തരുമായിരിക്കും. ഇപ്പോൾ വേണ്ട, എടുക്കണ്ട. ആ സൂത്തേഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. സൂത്തേഴ്സ് 2 അത് എടുത്തോ. പെസിഫയർ അത് നമ്മൾ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ബോഡി ലോഷൻ സെബാമെഡിൻ്റെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ കുഞ്ഞ്. അതും തന്നോ? ഒന്നെടുത്താൽ മതി. വൈറ്റമിൻ ഡി ഡ്രോപ്സ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഫീഡിങ് ബോട്ടിൽ. ഇത് വന്നിട്ട് ഇവിടുത്തെ ടോമി ടിപ്പിയുടെ ഫീഡിംഗ് ബോട്ടിലാണ്. ഫീഡിംഗ് ബോട്ടിലുണ്ട് പെസിഫയർ ഉണ്ട്. നല്ല രസമാണ്, ഇച്ചിരിയേ ഉള്ളൂ, അല്ല ക്യൂട്ട് സാധനങ്ങൾ. പക്ഷേ നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല, ഇത് വാഷ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം. രണ്ടായിരുന്നു സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കാം നമുക്ക്. അതപ്പം ഇതിനകത്ത് വെക്കാം. ഇനി എൻ്റെ മെറ്റേണിറ്റി പാൻസ് എടുത്ത് വെക്കണം. അതിനുള്ളിൽ കാണും, പാർസലിനുള്ളിൽ. ഇത് വേണം. ഇത് നമ്മുടെ ബ്രസ്റ്റ് പമ്പാണ്, മാനുവൽ ബ്രസ്റ്റ് പമ്പ്. നമ്മൾ ഒരെണ്ണം ബാക്കപ്പായിക്ക് മേടിച്ച് വെച്ചു, യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ചെയ്യാം. അങ്ങനെ മെറ്റേണിറ്റി പാൻസ് ആണിത്. ഇപ്പോൾ പാൻസിൻ്റെ ഒരു പാക്ക് നമ്മളെടുത്ത് വയ്ക്കുന്നുണ്ട്, അത് വേണം. പിന്നെ ഇത് ബേബിയുടെ ഇത് ബേബി ഹാർനസ് ആണ്. നമ്മൾ ബേബീസിനെയൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ബാഗ് പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകത്തില്ലേ ബേബീസിനെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേബി ഹാർനസ് ഉണ്ട്. അത് ഞങ്ങൾ ഇതിൽ പാക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇത് പിന്നെ ഒരു മെറ്റേണിറ്റി പോസ്റ്റ്പാർട്ടം ബെൽറ്റാണ്. അത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല ക്യൂട്ട് സാധനമാണ്. ഇത് കണ്ടോ, നമ്മുടെ ബേബിയുടെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യേണ്ട ബ്രഷും അതിൻ്റെ സാധനങ്ങളൊക്കെ ആട്ടോ. ഇത് വന്നേക്കുന്നത് ഒരു ക്യൂട്ട് ബോക്സിലാണ്. ഈ ബോക്സ് കണ്ടോ, ഒരു പാണ്ടയുടെയൊക്കെ ഒരു ഇമേജ് ഉള്ള ഒരു ബോക്സ്, നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്കിപ്പോൾ ഇന്ന് എടുക്കേണ്ടി വരും ക്ലീനാക്കാൻ. ഇനി ഓക്കെ, ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് പാർസലിൻ്റെ കൂട്ടത്തിൽ കൊടുത്തയച്ച സാധനത്തിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. ഗ്ലാസ് ബോട്ടിൽ, ബേബി ഫീഡിങ് ബോട്ടിലാണ്. അപ്പോൾ ഇവിടെ കൂടുതലും സിലിക്കോണാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സിലിക്കോൺ ഓൾറെഡി ഞങ്ങൾ മേടിച്ചു. പിന്നീട് പ്ലാസ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഞങ്ങൾ, അതുകൊണ്ട് പ്രിഫറബിളി ഞങ്ങൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്ലാസ് ബോട്ടിൽ ഒരു 2-3 ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളും കൂടി അകത്തോട്ട് കയറ്റാനുണ്ട്. പിന്നെ ഇനി നമുക്ക് ഡെലിവറിക്ക് കാണാം. ബൈ.